ഞാൻ ഇന്ന് കുറച്ച് ബോർഡർ ഡിസൈൻ കാണിക്കാൻ പോവാണ്. ഞാൻ കുറച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് വന്ന് ഇങ്ങനത്തെയാണ്. ഇവിടെ ഒരു കർവ് പോലെ ഇങ്ങനെ വന്നിട്ടുള്ളത്. രണ്ടാമത്തെ കുറച്ച് ഫ്ലവേഴ്സ് പോലെ ഉള്ളതാട്ടോ. പിന്നെ ഇങ്ങനത്തെയാണ്. ഇതൊരു സൺഫ്ലവർ പോലെ ഇങ്ങനെ സൈഡ് ഇങ്ങനെ വെച്ചേക്കുന്ന പോലെയാണ്. പിന്നെ ഇത് ലോട്ടസിൻ്റെ പോലെ ഈ സൈഡിൽ. പിന്നെ ഇവിടെ ഒരു ഫ്ലവർ പോലെ. പിന്നെ ഇവിടെ ഒരു ബ്ലൂ ഫ്ലവർ. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ഷേപ്പ് പോലെ. പിന്നെ ഇവിടെ ഒരു പീകോക്കിൻ്റെ പോലെ ഇവിടെ സൈഡിൽ. പിന്നെ ഇവിടെ ഒരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ അതേപോലെ ബട്ടർഫ്ലൈയുടെ ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. ഇതൊരു സൈഡിൽ മാത്രം ചെയ്തേക്കുന്നത് കേട്ടോ. ഇവിടെ ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ക്ലൗഡ്സ് പോലെ ഇങ്ങനെ മേലെ ഇവിടെ ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ പോകുന്ന പോലെ. പിന്നെ ഇത് ഒരു പർപ്പിൾ കളറിൻ്റെ ഇവിടെ താഴെയും മുളം ചെയ്തിട്ടുണ്ട്. പിന്നെ ബ്ലാക്ക് കളറുകൊണ്ട് ലീഫ് പോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓണത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്തായിരുന്നു കേട്ടോ ഇത്. പിന്നെ ഇത് ഫ്രണ്ടിൽ വെക്കാൻ ആർട്ട് ഇൻ്റഗ്രേറ്റഡ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞ് എഴുതിയതാണ്. പിന്നെ ഇത് മലയാളത്തിന് വേണ്ടി ചെയ്തതാണ്. സൈഡിൽ ഇങ്ങനെ 2 കളേഴ്സ് വെച്ചിട്ട് ഇതേപോലെ സർക്കിൾ കൊടുത്തിട്ട് കുറച്ച് ലീവ്സ് അവിടെ വരച്ചു കൊടുത്തു. പിന്നെ ഇത് വാഷി ടേപ്പ് കൊണ്ട് ഇങ്ങനെ ചെയ്തതാണ്. പിന്നെ ഇത് ഞങ്ങൾ കട്ട് ചെയ്തിട്ട് ഇതേപോലെ കട്ട് ചെയ്തിട്ട് സെൻറ്ററിൽ ഒട്ടിച്ചേട്ടോ. പിന്നെ ഇത് ബട്ടർഫ്ലൈ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഈ സൈഡിൽ ഒട്ടിച്ചു. പിന്നെ ഇതൊരു ഇങ്ങനെ വരച്ചിട്ടുണ്ട്. പിന്നെ ഒരു ക്രിസ്മസ് ട്രീയുടെ പോലത്തെ ക്രിസ്മസ് ട്രീ ഇങ്ങനെ സൈഡിൽ പകുതി കാണുന്ന വരച്ചു. പിന്നെ ഇത് ക്രിസ്മസിൻ്റെ ഒരു ടൈപ്പ് ലീഫാട്ടോ. ഇതിങ്ങനെ 2 സൈഡിൽ വരച്ചു. പിന്നെ ഇത് ഒരു ലീഫ് പോലെയാണ്. ഇത് ഈ സൈഡിൽ ഇങ്ങനെ, ഇവിടെ മുകളിലും ഇങ്ങനെ. പിന്നെ ഇത് ഞാൻ കാണിച്ചു തരാം. ഇതിങ്ങനെ തുറക്കുമ്പം ഇങ്ങനെ ഇവിടെ എന്തെങ്കിലും എഴുതാൻ പറ്റുന്ന പോലത്തെ കേട്ടോ. ഇങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെ ഇത് ലാസ്റ്റ് കൺക്ലൂഷൻ ചെയ്യാനായിട്ട് ചെയ്തതാണ്. പിന്നെ ഇതും ഒരു ടൈപ്പ് ഓറഞ്ച് പേപ്പറിൽ ചെയ്തതാണ്. ഇതും കളർ അടിച്ചിട്ട് വെട്ടി ഒട്ടിച്ചതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ബൈ.